ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിന് തുടക്കം. 27ാമത് സപ്താഹമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. 27ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നല്ല ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇവിടുത്തെ ഭൗതികമായ എല്ലാ അവസ്ഥകളും ധനമുണ്ട്, വ്യവസ്ഥകളെല്ലാം ഉണ്ട്, ആരോഗ്യത്തിന് പറ്റിയ കാലാവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ആരോഗ്യമില്ലെങ്കിൽ എന്താ കാര്യം? ഇത് പ്രധാനമാണ്. നമുക്ക് നന്നായിട്ട് ആരോഗ്യം ഉണ്ടാവണം. അതാണ് ഈ അവിദ്യ മുക്തിം തീർത്ത കടോപനിഷത്ത് പറയുന്നതാണ്. കടോപനിഷത്ത് അവിദ്യ മുക്തിം തീർക്കുക വിദ്യയ അമൃതമശ്വതേ. അവിദ്യ കൊണ്ട് മുക്തിവിനെ ജയിച്ച് ഇത് വലിയ കുറുക്കാണ്. വിദ്യ നേടി അമരത്വം നേടുക, മോക്ഷം നേടുക. വിദ്യ നേടി മോക്ഷം നേടുക, ജ്ഞാനം നേടി മോക്ഷം നേടുക. പക്ഷെ ഈ അവിദ്യ കൊണ്ട് എങ്ങനെയാണ് മുക്തിവിനെ ജയിക്കുന്നത്? അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യയുടെ ഓപ്പോസിറ്റാണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ അറിവല്ലാത്തതല്ലേ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത്? അപ്പൊ എവിടെയോ ഫോൾട്ടുണ്ട്. അവിദ്യ കൊണ്ട് മുക്തിവിനെ ജയിച്ച് വിദ്യ കൊണ്ട് അമരത്വം നേടുക. ക്ഷേത്രം സഹരക്ഷാധികാരി MR അജയകുമാർ യോഗത്തിൽ അധ്യക്ഷനായി. 2024 ഔഷധ സേവയുടെ കലണ്ടർ പ്രകാശനം രാജൻ അക്ഷയ്ക്ക് നൽകിക്കൊണ്ട് സ്വാമി സത്സ്വരൂപാനന്ദ നിർവഹിച്ചു. ഔഷധ സേവ കൂപ്പൺ വിതരണോദ്ഘാടനം സന്തോഷ് ഉത്തരത്തിന് നൽകിക്കൊണ്ട് തപസ്യ സംസ്ഥാന സമിതി അംഗം VK ബിജു നിർവഹിച്ചു. ഗ്രാമത്തിലെ മികച്ച കർഷകൻ, ഔഷധ സേവാ കൺവീനർമാർ, പ്രതിഭകൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് VV ജയൻ, സെക്രട്ടറി സിജു വടക്കേമൂഴിയിൽ, ഖജാൻജി രവീന്ദ്രൻ മൂത്തേടത്ത്, കോലാനി ക്ഷേത്രം ഖജാൻജി ഹരികൃഷ്ണൻ കിഴക്കനാട്ട്, വണ്ണപ്പുറം ക്ഷേത്രം വൈസ് പ്രസിഡന്റ് രാഘവൻ പിള്ള, ശാസ്താംപാറ ക്ഷേത്രം പ്രസിഡന്റ് അശോക് കുമാർ PG, ഇടവെട്ടി ദുർഗാക്ഷേത്രം സെക്രട്ടറി സുരേഷ് കണ്ണൻ, ഇടവെട്ടി സരസ്വതി സ്കൂൾ പ്രസിഡന്റ് VM ബിജു, തൊണ്ടിക്കുഴ ക്ഷേത്രം പ്രസിഡന്റ് അനൂപ് തൊണ്ടിക്കുഴ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.